ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ പി ശരത്. കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഞാനൊരു വീഡിയോ ഇടുന്നത്. ഒരു ആക്സിഡൻറ്റിനെ പറ്റി. ഒരു ട്രെയിൻ ആക്സിഡൻ്റ് ആയിരുന്നു. ട്രെയിൻ ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ട്രെയിനിൽ നിന്ന് വന്ന് വീണതാണ്. ട്രിവാൻഡ്രം സെൻട്രലിലായിരുന്നു. ഞാൻ ഒരു ഫോട്ടോ ഇവിടെ എല്ലാം കൊടുക്കാം. ഇതായിരുന്നു സംഭവം. പിന്നെ ഇപ്പോൾ എന്നുവെച്ചാൽ ഒരു 90% ഡെത്തിലോട്ട് പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെത്. ഇപ്പം താങ്ക് യു ടു അനന്തപുരി ഹോസ്പിറ്റൽ, എല്ലാവർക്കും, ഡോക്ടർമാർക്കായാലും ആർക്കായാലും. എനിക്കറിയത്തില്ല, എൻ്റെ ഒരു ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, എൻ്റെ ഒരു കണ്ണിൻ്റെ ഇവിടെ ഇപ്പോഴും ഒരു നീര്, നല്ല രീതിക്ക് നീരുണ്ട്. എന്നുവെച്ചാൽ അത് ഇപ്പോഴും പോയിട്ടില്ല. ഒരു 3 മാസമായി, ഇപ്പോഴും ആ ഒരു നീര് പോയിട്ടില്ല. കണ്ണിൻ്റെ ഒരു ചെറിയൊരു കാഴ്ച കുറവുണ്ട്. പിന്നെ ഈത്തറി ഒരു ഭാഗമാണ് ഇടിച്ചത്. ഈത്തറി ഇവിടെയും ഇപ്പോൾ ഒരു ചെറിയൊരു നീരുണ്ട്. പിന്നെ പിന്നെ പറയാനെന്ന് വെച്ചാൽ ഒരു എന്തോ എനിക്കറിയത്തില്ല. ഞാനൊരു ട്രെയിനിൽ കയറി ഞാൻ ട്രിവാൻഡ്രം സെൻട്രലിൽ ഇറങ്ങാനായിട്ട് പോയപ്പോൾ എന്നുവെച്ചാൽ ട്രെയിനിന്ന് ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം വണ്ടി വന്ന് നിൽക്കാൻ പോയപ്പോൾ ഞാൻ ഈ നമ്മുടെ എല്ലാവരും ചെയ്യണ മറ്റേ ഈ വാതിലിൻ്റെ അവിടെ പോയി നിൽക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ആ വാതിലിൻ്റെ അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാണ്. പ്ലാറ്റ്ഫോം ഇപ്പുറത്തായിരുന്നു, ഞാൻ വീണത് ഇപ്പുറ സൈഡായിരുന്നു. ചെന്നങ്ങ് വീണ് നേരെ ഡയറക്റ്റ് അടിച്ചത് തലയായിരുന്നു. തല ഏതോ എന്നുവെച്ചാൽ ഈ മറ്റേ പൈപ്പിൽ വെള്ളം അടിക്കുമല്ലോ, മറ്റേ ട്രെയിനിലോട്ട് വെള്ളം കയറ്റി വരുന്നതൊക്കെ, അതിൽ ചെന്ന് തല ഡയറക്റ്റ് അടിക്കുകയാണ് ചെയ്തത്. അപ്പം ആ സമയത്ത് തന്നെ പോയി. ബോധമില്ല, ഒന്നുമില്ല. 7 ദിവസത്തോളം ICUലായിരുന്നു. ഇപ്പോഴാണൊന്ന് റിക്കവറി ആയി വരുന്നത്. ഇപ്പോഴും ചെറിയ ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണിൽ ഇപ്പോഴും ഒരു നീരുണ്ട്. ഈ ഒരു ഭാഗത്തായാലും പണ്ട് ഞാൻ ഇങ്ങനെ നല്ലായിരുന്നു. ഇപ്പോഴും ഇവിടെ 2 സൈഡും നല്ലൊരു വീക്കം കണക്കുണ്ട്. അപ്പം അതാണ് ഞാൻ പറയണത്. ഞാൻ അന്നത്തെ ദിവസം ഞാൻ രാവിലെ ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ നടന്നത് വേറെ. അതാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ. ഒരു സെക്കൻഡ് കൊണ്ടാണ് ലൈഫ് മാറിപ്പോയത്. അന്ന് നല്ലപോലെ പോയി ഏതോ ഒരു ക്ലാസ്സിൻ്റെ എന്തോ അന്വേഷിക്കാനായിട്ട് പോയതായിരുന്നു. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊരു ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് ഗൈസ്. അപ്പം എല്ലാവരും രാവിലെ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങുക. പിന്നെ എന്താണെന്ന് പറയാൻ, എല്ലാവരും ഒരേ കണക്കിരിക്കണമെന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ തല ഇറങ്ങി ഞാൻ വീഴണ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഞാൻ കഴിക്കാത്തതിൻ്റെ ആണെന്നാണ് ഡോക്ടർ മറ്റേ ആ റെക്കോർഡിലെല്ലാം കാണിച്ചിരിക്കുന്നത്. കഴിക്കാത്തതിൻ്റെതാണ്. പിന്നെ ഷുഗറിൻ്റെ ഇത് കുറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറയാൻ, പിന്നെ എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിലൊരു ആനിമേഷൻ കണക്ക് ഞാൻ ഒരു വീഡിയോ ഞാൻ ഇടാം. അത് സംഭവം എല്ലാം ഉണ്ട്, അത് കറക്റ്റ് തന്നെയാണ്. അതിൽ എനിക്ക് നടന്ന എന്തരാണ് അതിൽ ആനിമേഷൻ കണക്ക് അതിൽ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ICUയിൽ കിടക്കുന്നപ്പോഴായാലും എൻ്റെ മൈൻഡ് എന്തൊക്കെയോ പറയുന്നു. എന്നുവെച്ചാൽ ഒരു കോമ സിറ്റുവേഷൻ കണക്കായിരുന്നു. ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഡോക്ടർമാരായാലും ഇംഗ്ലീഷിൽ തന്നെ എന്തൊക്കെയോ പറയുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നതായാലും എന്തരായാലും. പിന്നെ 2 കൈയും കാലും ഒക്കെ പിടിച്ച് കെട്ടിയിട്ടിട്ടാണ് എനിക്ക് മറ്റേ എന്തൊക്കെയോ തന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് പോലും അറിഞ്ഞതില്ല. ഇപ്പോഴും കുറേ കിടപ്പാടുണ്ട് അനന്തപുരി ആശുപത്രിയിലോട്. എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യം മെഡിക്കൽ കോളേജിലാണ് പോയത്. മെഡിക്കൽ കോളേജില്ല, മറ്റേ ജനറൽ ആശുപത്രി പോയിട്ട് നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടതിന് ശേഷം അന്ന് ഡോക്ടർമാർ സ്ട്രൈക്കും കൂടെ ആയിരുന്നു. അപ്പം അന്നത്തെ ദിവസം ഒരു 99% ഡെത്ത് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനല്ല വീട്ടുകാരെ മാത്രമല്ല, എല്ലാവരും 99% അവിടെ അറിയാമല്ല, തലയ്ക്കാണ് നല്ല അടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബോധമില്ല, ഒന്നുമില്ല. രക്തവും അകത്ത് കോട്ടായി ഇരുന്ന്. പിന്നെ 99% പോയെന്നാണ് വിചാരിച്ചെല്ലാവരും. അപ്പം എല്ലാവരും വെപ്രാളപ്പെട്ട് ഓരോ ഡിസിഷൻ എടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി, അനന്തപുരിയിൽ. പിന്നെ അനന്തപുരി ചെന്ന് 7 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വരാ. ഞാൻ പിന്നെ അറിയണത് എന്തിനാണ് സംഭവിച്ചതെന്ന് എനിക്ക്.
അതുവരെ ഞാൻ അറിഞ്ഞില്ല ഒന്നും. ഇത് സംഭവം നടന്നതെന്ന് വെച്ചാൽ സെപ്റ്റംബർ 22-ാം തീയതിയാണ്. 22-ാം തീയതി നടന്ന സംഭവം 23-ാം തീയതി അനന്തപുരി കൊണ്ടുപോകുന്നു. പിന്നെ 29-ാം തീയതി സംതിങ് 28 എന്നൊന്നറിയാൻ വയ്യ, 29ആണെന്ന് തോന്നുന്നു. 29-ാം തീയതിയാണ് എനിക്ക് ബോധം വന്നത്. ബോധം വന്നതിന് ശേഷമാണ് ഞാൻ ഓരോന്ന് കാണുന്നത്. കണ്ണിന് എന്ത് പറ്റി, അപ്പോഴും ചെറിയ എനിക്ക് എന്തൊക്കെയോ ഒരു സ്വപ്നമാണെന്നൊക്കെ വിചാരിച്ച്. പിന്നീടാണ് അറിഞ്ഞത് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. ഇങ്ങനെ ഒരു ട്രെയിനിൻ്റെ ഇതായിരുന്നു. പിന്നെ എന്തായിരുന്നു പറയാൻ, സമയം അല്ലേ ഒന്നാണ് കാഴ്ച. അപ്പം എല്ലാവരും ഈ ട്രെയിനിലൊക്കെ കയറുമ്പം ഈ വാതിലിൻ്റെ അവിടെയൊക്കെ പോയി നിൽക്കാതിരിക്കുക മാക്സിമം. നമ്മളിപ്പോൾ ഈ ട്രെയിൻ നിന്നിട്ട് പോയി ഇറങ്ങുകയാണ് നല്ലത്. ഇത് ഈ ട്രെയിൻ റണ്ണിങ്ങിൽ ഞാൻ ചെന്നങ്ങ് വീഴുകയാണ് ചെയ്തത്. അതും ഡയറക്റ്റ് തല അടിക്കുകയാണ് ചെയ്തത്. എന്തോ ഒരു ഇതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഇരുന്ന് നിങ്ങളത് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കൂലായിരുന്നു. അത് എന്തോ ഒരു ഇതുകൊണ്ട് രക്ഷപ്പെട്ട് എന്ന് പറയാം. അതൊരു വല്ലാത്ത ഒരു, ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ വീണതും അറിഞ്ഞില്ല. എണീച്ചപ്പോഴാണ് അറിയണത് വേദന. എണീച്ചപ്പോഴും വേദന ഞാൻ അറിഞ്ഞില്ല. പിന്നീടാണ് ഓരോ വേദനകൾ, തലയിൽ ഇവിടെ നിന്ന് വേദന വന്നു തുടങ്ങി. പിന്നെ അതിപ്പം മാറി. അത് ഒരു 2 മാസമല്ല 1 മാസം മുന്നേ ഇങ്ങനെ വേദന, ഇവിടെയൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മാറി റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരു 3 മാസം പീരീഡ് ഉണ്ട്. അത്രയും ദിവസം റെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനിയും ആരും, അതാണ് ഞാൻ പറയണത്, ഇനി ആരും ഇങ്ങനെയൊന്നും വാതിലിൽ അവിടെയൊക്കെ പോയി നിൽക്കാതിരിക്കുക. എനിക്കറിയാം തിരക്കുള്ളപ്പോൾ നമ്മളെല്ലാവരും വാതിലിൻ്റെ അവിടെയൊക്കെ പോയി തന്നെ നിൽക്കണത്. പക്ഷേ എനിക്കിപ്പോൾ എന്തോ അങ്ങനെ പറയാൻ തോന്നാണ്. അടുത്തും എന്ന് വെച്ചാൽ നല്ലൊരു കാര്യം ആണ്. ഒരു നേരത്തെ ക്ഷമയില്ലായ്മ കൊണ്ട് ചിലപ്പോൾ ലൈഫ് തന്നെ പോയേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പോൾ ട്രെയിനിൽ നല്ല ആളാണെങ്കിൽ എന്തെങ്കിലും റിസർവേഷനിലെങ്കിലും കയറുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഫൈൻ അടച്ചെങ്കിലും പോവാം. ആ ഒരു 500 രൂപ 1000 രൂപ എത്രയാണ് ഫൈനെന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു അത് കൊടുത്തെങ്കിലും നമുക്ക് അതിലെങ്കിലും കയറാം, കുഴപ്പമില്ല. പക്ഷെ ഇത് നമ്മൾ അന്ന് നല്ല റഷുമായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് എണീച്ച് അങ്ങോട്ട് പോകാൻ നേരത്ത് ഇപ്പുറത്തങ്ങ് ആയിപ്പോയി. എനിക്കറിയത്തില്ല ഗൈസ്, ഞാനും അറിഞ്ഞില്ല. അത് RPF മറ്റേ എൻ്റെ കസിന് കുറേ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു. മറ്റേ ഞാൻ വന്ന് വീഴണത് തലയിടിച്ച് ഡയറക്റ്റ് തല പോയി അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം വലിയൊരു സിറ്റുവേഷൻ ആയിരുന്നു, ക്രിട്ടിക്കലായിരുന്നു. ഇപ്പോൾ പിന്നെ ഈ ഒരു നീര് മാത്രമേ ഉള്ളൂ. നീരും പിന്നെ ഈ കണ്ണിന് കാഴ്ച ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ വേറെ തലയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. കണ്ണിൻ്റെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇപ്പം ഇവിടെ അത്രയും ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് ബ്ലാക്ക്, നല്ല ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഇപ്പം ചെറുതായിട്ട് ബ്ലാക്ക് ആയിട്ടിരിക്കുന്നു. കണ്ണിൻ്റെ മറ്റേ ഒരു ചെറിയ ഒരു വ്യത്യാസം തോന്നില്ലേ. ഈ കണ്ണും കൂടെ ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതും കൂടെ നോക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് താന്നിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ അത്ര നീരാണ്. ഇവിടെയും മുഖം ഇങ്ങനെ നല്ലായിരുന്നു. മുഖം ഇപ്പം നല്ല വീർത്തിരിക്കും, നല്ല പൊങ്ങിയും. ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കുറേ നീരുണ്ട് ഇപ്പോഴും. അത് ഇനി കുറച്ചുകൂടെ റിക്കവറി ആവാനുണ്ട്. അപ്പം പിന്നെ ഈ ഗുളികയുടെ എഫക്റ്റ് ആണ് മറ്റേ ഇതൊക്കെ കാണുന്നത്. മറ്റേ പിമ്പിൾസ് പോലെയാണ്. പിമ്പിൾസ് അല്ല, ഇതെന്തിനാണ് സംഭവം എന്ന് എനിക്ക് പറഞ്ഞൂടാ. ഡോക്ടർ പറഞ്ഞത് ഗുളികയുടെ ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഗുളികയുടെ ഇത് കഴിക്കണോണ്ട് അത്രത്തോളം ഡോസുള്ള ഗുളികളാണ് തരണത്. അപ്പം ഈ ഗുളിക കഴിക്കണോണ്ടാണ് ഇവിടെ ഫുള്ളുണ്ട്. ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയുണ്ട്, ഇവിടെ തൊട്ട് ഇങ്ങനെ തെറി. അപ്പം ഇതായിരുന്നു നടന്ന സംഭവം. അപ്പം ഇത് പറഞ്ഞാൽ എത്രത്തോളം പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊന്നും AIയോ ഒന്നുമല്ല ഈ ഫോട്ടോയൊക്കെ കാണിച്ചേക്കണത്. അപ്പം ഇതാണ് നടന്ന സംഭവം. എല്ലാവർക്കും നന്ദി.